ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും തന്നെ ചേർക്കാതെ തയ്യാറാക്കിയിരിക്കുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും എല്ലാവരും ഒന്ന് കണ്ടേക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി, പച്ചമല്ലി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും നല്ല ജീരകവും, 2 ഏലക്കായും, കുറച്ച് കറിവേപ്പിലയും, 2-3 ഗ്രാമ്പൂവും, 2 കഷ്ണം പട്ടയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വേണം നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചിക്കനൊന്നും എടുത്തിട്ടില്ല, ഒരു 3-4 കഷ്ണം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവേ. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും എടുക്കണ്ട. നമ്മൾ അരമുറി തേങ്ങയുടെ പാലാണ് ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് തീ കത്തിച്ച് കൊടുത്തിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാനായിട്ട് പോവാണ്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലതുപോലെ കൂട്ടി കൊടുക്കുക, എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ലതുപോലെ തിളച്ച് വരും. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ നല്ലതുപോലെ കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടിയപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തത് കൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിച്ച് പോകാതെ നമുക്ക് നല്ലതായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരല്പം ചാറോട് കൂടിയിട്ടുള്ള കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതല്ല നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഈ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, നമുക്ക് നല്ല ചൂട് നെയ്ച്ചോറിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും അതുമല്ല നല്ല അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചിയായിരിക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫ്രൈയെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.